കേരളത്തിൽ SIR നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 18 വരെ നൽകാം. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം 23-നാണ്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-നാകും പുറത്തിറക്കുക. സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. വിവരങ്ങളുമായി ശാലിനി നമുക്കൊപ്പം ഉണ്ട്. ശാലിനി, ഗുഡ് മോർണിംഗ്. പറയൂ ശാലിനി. രാഖി, കേരളം അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതായത് സംസ്ഥാനത്ത് ഈ BLOമാർക്കൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ എന്യൂമറേഷൻ ഫോമുകളുടെ നൽകലും അത് തിരികെ വാങ്ങലും അടക്കമുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കഴിയുന്നില്ല. പല ആളുകളും വീട്ടിലില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. സംസ്ഥാനവും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഡിസംബർ 18 വരെ എന്യൂമറേഷൻ ഫോമുകൾ സ്വീകരിക്കുമെന്നൊരു തീയതി കൂടിയാണ് സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഡിസംബർ 21-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ ജനുവരി 22 വരെ അപേക്ഷകൾ അറിയിക്കാം എന്നുള്ളതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്യുന്നത്. ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക വരാനിരിക്കുന്നത് എന്നുള്ളതാണ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്യുന്നത്. കേരളത്തിന്റെ ആവശ്യം ഇത്തരത്തിലൊരു തീയതി നീട്ടൽ വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. ഒപ്പം തന്നെ തീയതി നീട്ടുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തീയതി നീട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ന് സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് SIRന്റെ ഒരു സ്പെഷ്യൽ യോഗം ചേരുകയാണ്. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തീയതി അടക്കം നീട്ടിയ സാഹചര്യത്തിൽ കൂടിയാണ് ഓൾ പാർട്ടി മീറ്റിംഗ് ഇക്കാര്യത്തിൽ ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഈ തീയതി നീട്ടണമെന്നൊരാവശ്യമൊക്കെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇതടക്കം അനുഭാവപൂർവ്വം അംഗീകരിച്ചും പരിഗണിച്ചുമാണ് ഇത്തരത്തിലൊരു തീയതി നീട്ടൽ സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ യോഗം ചേർന്നത്. യോഗത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇക്കാര്യത്തിൽ കേരളത്തിൽ SIR നീട്ടി എന്നുള്ളതാണ് ശാലിനി പങ്കുവച്ച വാർത്ത.